വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയുള്ള ലോഡ്ജിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു. പക്ഷേ അന്ന് ആ പെൺകുട്ടി അവിടേക്ക് പോയില്ല. പാലക്കാട്ട് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഫ്ളാറ്റ് വാങ്ങണം, അതിന് പണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്ളാറ്റ് ഉടമയുമായി സംസാരിച്ച് അവിടേക്ക് പണവുമായി ഈ പെൺകുട്ടി എത്തിയ ഘട്ടത്തിൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനായി ശ്രമം. ഫോൺ എടുത്തില്ല. പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനായ സഹായിയായ ഫെനി നൈനാൻ അറിയാം. രണ്ടാമത്തെ പരാതിക്കാരിയും ഫെനി നൈനാന്റെ പേര് പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പരാതിക്കാരിയും ഫെനി നൈനാന്റെ ഈ കേസുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും കൃത്യമായി തെളിവുകൾ സഹിതമാണ് പരാതി. അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം പരാതി ലഭിച്ചപ്പോൾ ഈ പീഡനം നടന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരം അന്വേഷിച്ചപ്പോൾ തന്നെ അതിന്റെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. ആ ഹോട്ടൽ കണ്ടെത്തി. ഹോട്ടലിലെ ആ ദിവസത്തെ രേഖകൾ എടുത്തു. ആ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും എത്തിയതായി സ്ഥിരീകരിച്ചു. രണ്ടാമത്തേത് കോൾ ഡീറ്റെയിൽസ് ആണ്. കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചു. ആ ദിവസം ഒരേ ടവർ ലൊക്കേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ആ യുവതിയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ സുപ്രധാനമായ തെളിവുകൾ കൂടി ശേഖരിച്ചു. ആ തെളിവുകൾ ഉൾപ്പെടെയായിരിക്കും ഇനി കോടതിക്ക് മുന്നിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് പോവുക. അതിപ്രധാനമായ നീക്കം നടത്തി കൃത്യമായി വിവരങ്ങൾ ചോരാതിരിക്കാൻ ജീപ്പ് പൂങ്കുഴലിയും അന്വേഷണ സംഘവും ശ്രദ്ധിച്ചു.